നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ. MQസിന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും വെറൈറ്റി ആക്കി ഇതിൽ മനസ്സിലാക്കി, അതായത് ചിലവർക്ക് ഇതൊരു വെറൈറ്റി ആണെന്നൊക്കെ തോന്നും. ചാർട്ട് ഒരു പ്രത്യേക രീതിയാണല്ലോ, അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയുടെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കണ്ട. അതൊക്കെ ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ആദ്യമേ വിളിക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണാനേ നിങ്ങളോട് പറയത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ലൈവ് പ്ലേലിസ്റ്റിൽ ലൈവ് ഒക്കെ അവൈലബിളാണ്. അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു കാര്യം, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൻ്റെ അനലൈസ് ഉണ്ട്. അത് രാവിലെ നിഫ്റ്റി, വൈകിട്ട് ബാങ്ക് നിഫ്റ്റി. ഇനിയിപ്പോൾ അടുത്തൊരാഴ്ച കംപ്ലീറ്റ് ബാങ്ക് നിഫ്റ്റി ആക്കണോ വേണ്ടെന്നുള്ള ആലോചനയിലാണ്. എനിക്കും ബാങ്ക് നിഫ്റ്റി കൂടുതലൊന്ന് ഡീപ്പായിട്ട് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലൈവിൽ താല്പര്യമുള്ളവർക്കും നേരിട്ട് തന്നെ വിളിക്കാം. മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. മെസ്സേജ് അയച്ചാലും എൻ്റെ റിപ്ലൈ വിളിക്കുമെന്നായിരിക്കും. പഠിക്കാനാണെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തിരിച്ച് റിപ്ലൈ അയക്കുന്നത് വിളിക്കുമെന്നായിരിക്കും. വിളിക്കാൻ പറഞ്ഞുകൊണ്ടായിരിക്കും. നേരിട്ട് വിളിച്ച് ഒന്ന് പരിചയപ്പെടാതെ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാതെ ഞാൻ ആരെയും ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാറില്ല. അത് വേറൊന്നുമല്ല, പരിചയപ്പെടുന്നത് എപ്പോഴും നല്ലതല്ലേ. ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ പരസ്പരം രണ്ട് മതിലുകൾക്കപ്പുറത്തിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നേരെ ലൈവ് മാർക്കറ്റിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് സമയം 9:03 ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാ വീഡിയോയും ആദ്യമായിട്ട് എല്ലാ ദിവസവും ആരെങ്കിലും കാണുന്നുണ്ടാവുമല്ലോ. പുതിയൊരാൾ ഒരു ദിവസം ഒരു വീഡിയോ എന്തായാലും കാണാതിരിക്കില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ സെക്ഷൻ റിപ്പീറ്റ് ചെയ്തവർക്ക് അറിയാം എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ 1-2 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പഴയ ആൾക്കാർ 1-2 മിനിറ്റ് സ്കിപ്പ് ചെയ്താലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് മെജോറിറ്റി ഒരു നമുക്ക് നോക്കാം. എന്തായാലും RSI ഡൗൺവേർഡ് ലൈനൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നത്തെ ഗ്യാപ് ഡൗൺ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഡേക്ക് ലോയ്ക്ക് താഴെ വരണം. ഞാൻ ഇന്നലെ ലൈൻ എന്നിട്ട് വരച്ചിട്ടതാണ്, എന്നിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ വരക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഏരിയ ആണ്. സോറി, അതെന്താ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവാം. എന്തായാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യട്ടെ. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോവുകയാണോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ സമയം 9:08 നമുക്ക് നമ്മുടെ അനലൈസിങ്ങിലേക്ക് കടക്കാം. മാർക്കറ്റ് ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടാണ് മെജോറിറ്റി ചാൻസ്. അപ്പോൾ മാർക്കറ്റ് 77 പോയിന്റാണ് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു 3 ലൈൻസ് ഇന്ന് മാർക്ക് ചെയ്യണം. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് നമുക്കൊരു 3 ലൈനോളം ഇന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മാർക്കറ്റ് 22,306 നിൽക്കുന്നത്. -77 പോയിന്റാണ് ഗ്യാപ് ഡൗൺ. അപ്പോൾ അതായത് 22,229 മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. അപ്പോൾ 22,227 താഴത്തെ എന്തായാലും ഒരു സപ്പോർട്ട് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ അവിടെ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോൺ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേയും ഇന്നത്തെ ലോവും ഒന്ന് വരക്കാം. ഹൈയും ലോവും ഈ ബോക്സ് ഇവിടെ നിൽക്കുന്നത് വളരെ നമുക്ക് യൂസ്ഫുൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ നമുക്ക് 22,306 22,306 പ്ലസ് 110 22,416 22,416 എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമല്ലോ. 22,413. അപ്പോൾ 22,416 ഇവിടുത്തെ 2 ടിപ്പ് നിൽപ്പണ്ടേ. 409
ഒരു 416 ലെവലൊക്കെ അതൊക്കെ നോക്കിയാലും മതി. ഈ ടിപ്പ് നോക്കാം. 416. ഓക്കെ, അവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കണക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന്. അതിപ്പോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ കണക്ക്? അത് 365 ദിവസം 365 കണക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കണക്കാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവും. 22,306 മൈനസ് 110, 22,196. ഹലോ. അപ്പോ എന്താണ് 22,306, 22,306 മൈനസ് 110, 22,196. അതെവിടെയാണപ്പാ? 22,196. 22,196 എന്ന് പറയുമ്പോൾ ഇതിന്റെ ലോവിക്ക് ഏകദേശം വരുമോ നോക്കട്ടെ. 194 വിക്ക് കൂടെ കൂട്ടാട്ടോ. കറക്റ്റ് നമ്മൾ എക്സാക്റ്റ് ഒന്നും. ഓക്കെ, അവിടെ ഒരു ലൈൻ കിടക്കട്ടെ. അപ്പോൾ ഈ ലൈനിൽ നമുക്ക് 2 കളർ കൊടുക്കാം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു 110 പോയിന്റിന്റെ മൂവ്മെന്റ് ഇൻഡെക്സിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോക്സിന്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ അപ്പോൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 22,311 ബ്രേക്ക് ചെയ്താൽ 22,416ലേക്കും, അതേപോലെ തന്നെ അവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ 22,227 നിന്നൊരു ഡൗൺ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വിക്ക് പോലെ ഉണ്ടാവത്തുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്തു പോകും. ഇതാണ് നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 ലൈൻ. പിന്നെ ഇതിൽ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു 250 പോയിന്റ്സ് ആണ്. നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും കണക്ക് കൂട്ടണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 22,509ലേക്കായിരിക്കും ലോട്ടറി കോളിൻ്റെ വല്ല മൂവ്മെന്റ് വന്നാൽ കിട്ടുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 22,185 ഇട്ട് കറക്റ്റായിട്ട് ഫാളാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തോട്ടൊരു ബ്രേക്ക് ഡൗൺ കിട്ടിയാലും ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അതിൻ്റെ താഴെ വലിയൊരു വിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റും വലിയൊരു വിക്ക് വന്നിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഇവിടെ ഈ ഏരിയയൊക്കെ നല്ല ലെങ്തി ക്യാൻഡിൽ ഉണ്ടാവുന്ന ഏരിയകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈവേ ആണ് ഇത്രയും ഭാഗം. ബാക്കിയുള്ളതൊക്കെ ജംഗ്ഷൻസ് ആണ്. ഇത് ഹൈവേ ഏരിയയിലാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്കിതിൻ്റെ ഒരു മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇത്തിരി ടൈറ്റാണ്. സ്ക്രീനിൻ്റെ അഭാവം സത്യം പറഞ്ഞാൽ നല്ലപോലെ ഉണ്ട്. ഞാനേ എല്ലാ സ്ക്രീനും മാറി മാറി നോക്കുന്നതിന് പകരം നമുക്ക് ആദ്യമേ ഒരു ടാർഗറ്റ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് താൽക്കാലികമായിട്ട് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ഓരോ സമയത്ത് ചെയ്യുമ്പോഴാണല്ലോ. 9:14 ആയിട്ടുണ്ട്. സ്ക്രീൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. ബെല്ലടിച്ചു, മാർക്കറ്റ് ഓപ്പൺ ആയി. നമ്മൾ പറഞ്ഞ ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് അങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് പിയിൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ. നിഫ്റ്റിയുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 22,200 സി എടുക്കാം. അതേപോലെ തന്നെ 22,400 പി എടുക്കാം.
ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പിയിൽ ഒരു RSI കർവ് മെജോറിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാപ്പും ഓൾറെഡി ഫില്ല് ചെയ്യാനുള്ള ഒരു ചെറിയ ക്യാൻഡിലും കൂടെ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഇന്ന് വലിയ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ ആസൂത്രണം ചെയ്യുന്നില്ല. മാർക്കറ്റ് ആദ്യമേ തന്നെ നമ്മുടെ യെല്ലോ ലൈൻ, നമ്മൾ സാധാരണ മോർണിംഗ് യെല്ലോ ലൈൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഓൾറെഡി മാർക്കറ്റ് രാവിലെ തന്നെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട്. അപ്പോൾ 142 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 150 വലിവ് ഉണ്ടാവുന്നുള്ളൂ. 145 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ 145 142 ഓക്കെ 142 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് മാർക്കറ്റിന് ഫോക്കസ് ചെയ്യാം? ആദ്യമേ ചെറിയൊരു പോയിന്റ് ഒക്കെ എടുത്ത് ലോക്കാക്കി വെക്കുക. 154 ഫോക്കസ് ചെയ്യാം. 2 ടാർഗറ്റുകളാണ്. 142 45 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 142 ഇപ്പൊ 138 ഇപ്പൊ എന്തായാലും ടച്ച് ചെയ്യും. 142 ബ്രേക്ക് ചെയ്താൽ 145 153 പിയിലും നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിയിൽ എന്തായിരിക്കും മൂവ്മെന്റ്? 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവ്മെന്റ് 149 ഇട്ടും സെക്കൻഡ് മൂവ്മെന്റ് 155 ആയിരിക്കും. രാവിലത്തെ സ്കാൽപ്പിങ്ങിനുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യും. ഇപ്പൊ ഒരു പിൻബാറാണ്, നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 128 135 ബ്രേക്ക് ചെയ്താൽ 140 ഒരു മൂവ്മെന്റ് കിട്ടും. കാരണം മാർക്കറ്റ് പിയിലേക്കൊന്ന് കൺവേർട്ട് ആവാനായിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് ഫില്ലിങ് അവിടെ നിൽപ്പുണ്ട്. രാവിലെ കുറച്ചു നേരം നമുക്ക് പിയിലൊന്ന് നോക്കാം. ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ആവട്ടെ. 142 ബ്രേക്ക് ചെയ്താൽ 145 ഈസി ആയിട്ട് ഒരു 3 പോയിന്റ് അടുത്തേ അവിടെ കിട്ടത്തുള്ളൂ. കാരണം രാവിലെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. കാരണം അടുത്ത ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 110 പോയിന്റ് ആണ് വൺ സൈഡ് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SMAയിൽ തട്ടി നിൽക്കുന്ന കാരണമാണ് അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ 141 ബ്രേക്ക് ചെയ്താൽ 145 45 ബ്രേക്ക് ചെയ്താൽ 53 ആ ടിപ്പ് 160 വരെയൊക്കെ വരാം. ഒരു സെൻട്രൽ പൊസിഷനിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണെന്ന ഒരു തീരുമാനം ഇവിടെ എടുക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായി. പിന്നെ ഇതൊരു ഡോജി ക്യാൻഡിലാവുമ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള ചാൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സിയിലൊരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ആ ഡോജി ക്യാൻഡിൽ ഇപ്പോൾ 132 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 137 പോകും. എന്ന് വെച്ചാൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ടെന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഇവിടെ ഡോജി ക്യാൻഡിലും ഇവിടെ പിൻബാറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു സേഫ് സോണ് മൂവ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം രാവിലെ ഈ ഒരു സെൻട്രൽ പൊസിഷൻ ആയത് കാരണം ഇത് എങ്ങോട്ട് കൺവേർട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ശരിക്കും RSI പിയിലേക്കാണ് കൺവേർട്ടായി നിൽക്കുന്നത്. അപ്പം അതൊരു 140 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു 149 156 ഒരു മൂവ് കിട്ടും. കാരണം ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ് നിലവിൽ. പക്ഷേ നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ 140 ബ്രേക്ക് ചെയ്യണം. ഇവിടെ 140 ഇവിടെയും ബ്രേക്ക് ചെയ്യണം. 140 ഇവിടെ ബ്രേക്ക് ചെയ്താൽ 145 153 164 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. പിന്നെ പിയിൽ പിൻബാർ ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് സൈനിൽ അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പിൻബാർ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 125 എന്നാണ്. അതൊരു പോസിറ്റീവ് സൈനാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും പിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവണം. എന്തായാലും നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, രാവിലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ലൈൻ മാറ്റട്ടെ. ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തില്ല. അതിലെന്തോ എനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഉണ്ടാ, ഞാൻ മാറ്റാൻ നോക്കിയിരുന്നു അത് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട്. എന്തായാലും 142, 155, 142-10, 152-3, 155. RSI പിയുടെ സൈഡിലേക്ക് കൺവേർട്ടായി നിൽക്കുകയാണ്. രാവിലത്തെ റെഡ് ക്യാൻഡിൽ വന്നപ്പോഴേ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഇപ്പുറത്തെ ഒരു പിൻബാറാണ്. അപ്പം തിരിച്ച് മാർക്കറ്റ് എന്തായാലും കറങ്ങി പിയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ അത് ആദ്യത്തെ ഒരു വിക്ക് അടിച്ചെങ്കിലും രണ്ടാമത് 10-12 പോയിന്റ് അടുത്ത് ശരിക്കും 110ലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ തന്നെ ഒരെണ്ണം പോലും സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമുക്ക് പോയിന്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ക്രോസ് ഓവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ടാണ്. 110ലേക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. വേണം, നമുക്കത് മതിയല്ലോ. നമ്മൾ പിന്നെ കൂടുതൽ അത്യാഗ്രഹമൊന്നും കാണിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം 10-20 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം 20 എൻ്റെ കണ്ടീഷനിൽ 40 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 12 പോയിന്റിൽ കിട്ടുമ്പോൾ പകുതി ലോട്ട് വിറ്റിട്ട് നമ്മുടെ ഡെയിലി ഉള്ള കാൽക്കുലേഷനിലുള്ള പോയിന്റ് നമ്മളവിടെ മാറ്റി വെക്കുക, അത്ര ഉറപ്പുണ്ടെങ്കിൽ. അതിനുശേഷം മറ്റേതിനെ വിട്ടേക്കുക, അങ്ങ് തുറന്ന് വിട്ടേക്കുക. വൈകുന്നേരം വെള്ളം കയറുമ്പോൾ ഇങ്ങ് തിരിച്ചു വന്നോളൂ. മറ്റേ സിനിമയിൽ പറയണ പോലെ 160ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഒക്കെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ. ചൂടെ പോന്ന നല്ലതായിരുന്നു. 164. അപ്പോൾ അവിടെ എന്താണ് 164? അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് 50 മിനിറ്റ്സിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. നല്ല ബ്രേക്ക്ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ സാധനം നെക്സ്റ്റ് ക്യാൻഡലിൽ ഒരു അപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് 210 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 180ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 9:23 അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലൊക്കെ നോക്കിയാൽ മതി. എന്തായാലും നമ്മൾ 180 ഉണ്ട്, 167 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡോജിക്കാനായിട്ട് നിൽക്കട്ടെ, കയറി പോട്ടെ. എന്തായാലും മേളിലോട്ടൊക്കെ കയറി പോവാം. ഒരു ലോങ് സൈഡ് നമ്മളൊരു 110 പോയിന്റ് ഓൾറെഡി മാർക്ക് ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് വണ്ടി ഹൈവേയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 172 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ കുറച്ച് അവിടെ കിടന്നുണ്ട് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ക്രോസ് ഓവർ കഴിയാതെ മാർക്കറ്റിൽ ഇനിയൊരു സിക്കുള്ള കൺഫർമേഷൻ ഇല്ല. കാരണം നമ്മളെടുത്ത എൻട്രി പക്ക എൻട്രിയാണ്. $105 ഡൗൺ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 2 മിനിറ്റിൽ ഇവിടെ ക്രോസ് ഓവർ വരാതെ എന്തായാലും സിയിലേക്കുള്ളൊരു മൂവ്മെന്റ് എന്തായാലും കിട്ടത്തില്ല. ഇവിടെ പിയിൽ പറക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതായത് 180 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ പറയണ പോലെ ഒറ്റയടിക്ക് പോകണമെന്നൊന്നുമില്ല. ഒരു 105 വരെ ഒരു സപ്പോർട്ട് എടുക്കാൻ പറയും. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതൊരു ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. അത് വളരെ എക്സ്ട്രാ സ്ട്രോങ് ഒരു സപ്പോർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു വൈറ്റ് ഇട്ടേക്കുന്നത്. ആ വൈറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വീണാൽ ഈ സാധനം 180 ഇട്ട് ചെല്ലും. എപ്പോഴും അലർട്ടായിട്ടിരിക്കുക. പോകാനായിട്ട് കിടപ്പുണ്ട്, 180 വരെയൊക്കെ പോകാൻ കിടപ്പുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 180 വരെ മാർക്കറ്റ് പോകും.
ഓക്കെ, വൺസ് 180 അങ്ങ് പൊക്കോട്ടെ. പോയാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 195 വരെ കിടപ്പുണ്ട്. കാരണം ഇവിടെ ഒരു വിക്ക് വന്നിടിച്ചത് കറക്റ്റ് 94 വിക്ക് വന്നിടിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ഹൈലി വോൾട്ടാലിറ്റി ആയിട്ടുള്ള ക്യാൻഡിൽ വരും. കാരണം പറക്കാൻ തയ്യാറായിട്ടുള്ള ഹൈവേട്ട് കയറാൻ മാർക്കറ്റ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും. നമ്മൾ 10-15 ഒക്കെ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക, അഴിച്ചങ്ങ് വിടുക, വൈകിട്ട് വെള്ളം കയറുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിലാണ്. മാർക്കറ്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ആവണത് 105 പൊക്കത്താവരുത്, അത്രേ ഉള്ളൂ. 195 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 9:26 ആയിട്ടുണ്ട്. അടുത്ത 4 മിനിറ്റിലേക്ക് ചെറിയൊരു ഉൾവലിവൊക്കെ ഉണ്ടായിട്ടായിരിക്കും അടുത്ത മൂവ്മെന്റ് നോക്കണം. കാരണം 15 മിനിറ്റ്സിന്റെ ക്യാൻഡിലിന്റെ ഒരു ഫ്ലക്ച്വേഷൻ, അതായത് ഒരു OHCയിൽ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. OHCയിൽ മേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ രാവിലെ. അപ്പോൾ ഇനി 3 മിനിറ്റ് ഉണ്ട്. ഈ 3 മിനിറ്റിൽ മാർക്കറ്റ് എന്തായാലും 172 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് 186 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 180 ആയിരുന്നു. 6 പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. 190 നമ്മൾ മാർക്ക് ചെയ്ത് 180 വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ പിയിൽ ഇവിടെ RSI ക്രോസ് ഓവർ ആവാതെ എന്തായാലും നമ്മൾ അടുത്ത ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. ഇവിടെ കർവ് ആവാതെ നമ്മൾ സിയിലേക്കും വലിയ ഓപ്ഷൻ, പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ മാസീവായിട്ടുള്ള ചിലപ്പോൾ ഒരു മൂവ്മെന്റ് ഒക്കെ വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത 15 മിനിറ്റ്സിൽ അടുത്ത എൻട്രിക്കുള്ള പ്ലാൻ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ടാർഗറ്റ് 180 ആയിരുന്നു. നമ്മൾ 132 നിന്നാണ് കയറിയത്. അത് 210, 195, 210 വരെയൊക്കെ പോകാനായിട്ടുള്ള ചാൻസിലാണ് നിൽക്കുന്നത്. കണ്ടോ, 185 ഇവിടെ ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട്. ആ 185 കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ 185 പോയപ്പോൾ 180 ആണ് വെച്ചത്. അവിടെ നിന്നും ഇനി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 210 ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. എവിടം വരെ പോവാം? ഇനി 185 ബ്രേക്ക് ചെയ്താ 204 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ട്രെയിൽ ചെയ്ത് കൈകാര്യങ്ങൾ ചെയ്തത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ RSI മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അലർട്ടായിട്ടിരിക്കണമെന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ 140 നിന്ന് 185 വരെ 40 പോയിന്റ് അടുത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ഇത് ക്രോസ് ഓവർ ആവാതെ വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ 195 ട്രെയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. 185 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 195 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. ഈ RSIയുടെ ക്രോസ് ഓവർ വരാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് 185 ചെയ്താൽ 195, 199 മാർക്കറ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ എത്രയാണ്? 200. അങ്ങനെ കിടക്കുകയാണല്ലോ. നമ്മൾ പറഞ്ഞതല്ലേ ഹൈവേയിലേക്ക് കയറുകയാണ്, റോക്കറ്റ് പോണ പോലെ ആയിരിക്കും മാർക്കറ്റ് പോണത്. നമ്മളെ 2 മിനിറ്റിൽ 197 ആണ് കിടന്നു വെച്ചത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഹൈ എവിടം വരെ പോയത്. 196.95 വരെ പോയിട്ടുള്ളു. അതിൻ്റെ ഒരു ട്രിഗർ പ്രൈസ് 197 ആയിരുന്നു. അപ്പോൾ തിരിച്ചിനിയും കുറച്ച് കഴിഞ്ഞിട്ട് പോകാതിരിക്കത്തൊന്നുമില്ല. കാരണം 200 ഇവിടെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. 185 to 195 ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് അതും കൂടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ക്വിക്ക് സ്കാൽപ്പിംഗ് ആണ് കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് പതുക്കെ കൊണ്ടുവരണം. എന്തായാലും രാവിലെ ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രാവിലെ കിട്ടി ലോട്ടറി എന്ന് പറഞ്ഞ പോലെ. ഇനി നമ്മൾ ഇതിന്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ 195.67 പോകേണ്ട അടുത്ത് 196.95 ആണ് മിച്ചം ഇട്ടിരിക്കണേ. അപ്പം അതിനർത്ഥം 197 പോകേണ്ട ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് അവിടെ ഒരു മിച്ചം ഇട്ടിട്ട് വന്നേക്കുന്നത് കാരണം മാർക്കറ്റ് അങ്ങോട്ട് തിരിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഓൾറെഡി ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പം അതിൽ 200, 220 വരെ ഒക്കെ സ്പേസ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് 2 മിനിറ്റിന്റെ ക്രോസ് ഓവർ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇപ്പോൾ 190 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ആണ്. ആ റെസിസ്റ്റന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ടായിരിക്കും പോണേ? 190 ബ്രേക്ക് ചെയ്താൽ ഇനി 210ലേക്കാണ് പോണത്. അപ്പോൾ 185 to 195 ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ 190 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. ഇനി വളരെ പ്രീവിയസ് ആയിട്ടുള്ള ലൈൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ വലിയ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. 190 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് നമുക്ക് 210 നോക്കാം. എന്തായാലും 140 നിന്ന് 4 ട്രേഡിലായിട്ട് 190 ഓൾറെഡി മെൻഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 190 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 210ലേക്കായിരിക്കും ഫൈനൽ ടാർഗറ്റ്. കാരണം ഇനി ഇത് ക്രോസ് ഓവർ ആവാതെ 200ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇതൊരു ക്രോസ് ഓവർ വരാതെയൊന്നും നമ്മൾ സിയിലേക്ക് നോക്കുന്നില്ല. 210 നല്ല രീതിയിലൊരു രാവിലെ ലോട്ടറി കോൾ കിട്ടിക്കഴിഞ്ഞാൽ 256 വരെയൊക്കെ പോകും. എന്തായാലും അത് ക്രോസ് ഓവർ ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് 140 to 190 കൂട്ടിയാൽ മതി. 4 ട്രേഡിലാണെങ്കിൽ ഇത്തിരി താഴെ നിന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ട്രെയിൽ ചെയ്തിട്ടാണെങ്കിലും. അഗെയിൻ 190 ബ്രേക്ക് ചെയ്ത് 210, മാക്സിമം 250. ഒരു മടക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇതൊരു അലർട്ടായിട്ടുള്ള സിഗ്നലാണ്. അപ്പം നമുക്ക് ഇതാദ്യം പോസ്റ്റ് ചെയ്യാം. ഇതാദ്യം പോസ്റ്റ് ചെയ്തിട്ട് സിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ കൺസോൾട്ടേഷൻ സോണാണ്. RSI ക്രോസ് ഓവർ ആയിട്ട് വരുന്നുണ്ട്, ഇവിടെയും ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത മാസീവ് മൂവ്മെന്റ് ആണ് വരാനായിട്ടുള്ള ചാൻസ്. ഹയർ ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് പിയിലാണ് കിടക്കണേ. ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹയർ ഹൈ ലോവർ ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇസഡ് പോലെ ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ 90 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നെക്സ്റ്റ് സഡൻ ഫാൾ ആയിരിക്കും. ഇവിടെ 90 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 210, 256 വരെ മാർക്കറ്റ് പോവാം. അതിനിടയ്ക്കുള്ള ചെറിയ ഒരു മൂവ്മെന്റ് ഒക്കെ സിയിലൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. കാരണം എപ്പോഴും നമ്മൾ മാർക്കറ്റ് കയറി ഇറങ്ങിയിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ ഒരു 103 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 107ലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടും. അങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടിയാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ലോസ് 1 പോയിന്റിലോ കോസ്റ്റ് ടു കോസ്റ്റിലോ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും. അത് 120 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് സിയിൽ. 102 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 105ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 102 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേക്കണം. കാരണം ഹൈ ഫ്ലക്ച്വേഷൻ ആണ്. കാരണം ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, അതാണ് അതിന്റെ റീസൺ. ഇവിടെ 165 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 147ലേക്ക് മാർക്കറ്റ് ഫാൾ ആവും. അതാണ് നമ്മൾ ഈ ഡബിൾ ചാർട്ട് വെച്ചിട്ട് തീരുമാനം എടുക്കുന്നത്. വൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ഔട്ട് ആയിട്ട് തോന്നും. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവാത്തത്. അതാണ് നമ്മളൊരു 105 ഈ ഒരു വൈറ്റ് ഡോട്ട്, ആ ഡോട്ടിലാണ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നിൽക്കുന്നത്. ആദ്യത്തെ റെസ്പെക്ടേഷൻ ആണ്. ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇത് റെഡിലേക്ക് കയറുന്ന സമയം 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഹൈ മൂവ്മെന്റ് മുകളിലേക്ക് 210 വരെ പോകും. വീഡിയോ 45 മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഡയലോഗ് ആദ്യമേ പറഞ്ഞേക്കാം. കൂടുതൽ പറയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക്
ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈവിലാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിക്കണം. ഒരു കോളുണ്ട്, കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. കട്ടായി. ഇവിടെ കറക്റ്റായിട്ടാണ് ആ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 190, 191. കാരണം 195 നേരത്തെ കിടപ്പുണ്ട്. 15 മിനിറ്റ്സിൽ ഹൈവേയിലേക്കാണ് വണ്ടി കയറിയേക്കുന്നത്. 209 വരെ പോയിട്ടുണ്ട്. നമ്മൾ 210 പ്രതീക്ഷിച്ചത്. 209.30 വരെ പോയിട്ടുള്ളൂ. 210 ടച്ച് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ചെറിയൊരു മൂവ്മെന്റിലായിരിക്കും മാർക്കറ്റിന്റെ സംഗതി കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മിച്ചമിട്ടിട്ട് വന്നേക്കുവാണ്. ഇത് ഡോജി ക്യാൻഡിൽ ആയിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ 210 ആണ്. 210 ബ്രേക്ക് ചെയ്താൽ 256 വരെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് പര്യവസാനിപ്പിക്കാം. 210 നമ്മൾ പറഞ്ഞു, പക്ഷെ 209 ശരിക്കും അങ്ങനെ പറയണം. ഒരു 2 പോയിന്റ് താത്തിട്ട് പറയുന്നതാണ് ബെറ്റർ. 210 അങ്ങനെ ട്രാക്ക് ചെയ്ത് പറയുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാട്ടോ, നമ്മളൊരു 110 പോയിന്റ് ഓൾറെഡി ഡൗൺ മെൻഷൻ ചെയ്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. ഫൈവ് മിനിറ്റിലൊക്കെ RSI താഴത്തോട്ടാ. വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പിൻബാറാണ്. നമ്മൾ എടുത്ത എൻട്രി 138. 138 ഈ ക്രോസ് ഓവർ വന്നപ്പോൾ മാർക്കറ്റ് 195 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടെ 195 ബ്രേക്ക് ചെയ്താൽ പിന്നെ 210, 256 നോക്കിയാൽ മതി. റെഡിലേക്ക് കയറിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. ഇത് ഗ്രീനിലേക്ക് കയറാതെ നമുക്കൊരു കൺസോൾട്ടേഷൻ പറയാം. ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴേ നമ്മൾ പറഞ്ഞതാ, ബ്രേക്ക് ചെയ്താൽ സഡൻ ഫാൾ ആയിരിക്കും താഴത്തോട്ടെന്ന്. ഹയർ ടൈം ഫ്രെയിമിലൊക്കെ 15 മിനിറ്റ്സിലൊക്കെ ഹയർ ടൈം ഫ്രെയിമിൽ ഹയറിലേക്ക് കിടക്കുന്നു. എന്ത് രസമായിട്ടാണ് 209 വരെ വന്നേക്കണമെന്ന് നോക്കി. 208 വരെ. നമുക്ക് 190, 200. നമ്മുടെ ടാർഗറ്റ് 200 ആയിരുന്നു എന്ന് എനിക്ക് തോന്നണുണ്ട്. 210. 210 കട്ട് ചെയ്തിട്ടില്ല. 210ന്റെ ഏകദേശം 219 ഭാഗത്ത് വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. അതും ബ്രേക്ക് ചെയ്താൽ 256 ആണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ്. നേരെ 50 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇത് ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡില് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 220, 256 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും. എന്തായാലും ഇത് ക്രോസ് ഓവർ ആവാതെ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല, ചെറിയ പോയിന്റ് ആണെങ്കിൽ പോലും. ബാറ്ററി ചാർജ് ഓട്ടോ ഷട്ട് ഡൗൺ ആവുമ്പോൾ വീഡിയോ കട്ടാവുമ്പോൾ 195 ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അവനൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കും 256ലേക്ക്. നമുക്ക് ഇനി 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം.
RSI 5 മിനിറ്റിലൊക്കെ അപ്പർ സൈഡാണ് നിൽക്കണം. അപ്പോൾ അതിൽ ഡൗൺ സൈഡ് ഫോക്കസ് ചെയ്യാൻ താൽക്കാലികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് 210 ഭാഗത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് ഒരു സൂചന കൊടുത്തിട്ട് പോകുന്നില്ല എന്ന് ആര് കണ്ട്. കാരണം 209.35 മിച്ചമിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇനി 210 ഭാഗത്തേക്ക് വന്നാൽ 256 പോയിട്ട് തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് വെക്കാം. 256 ആകുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഓൾറെഡി വൈൻഡപ്പ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഡണ്ണാണ്. 195 ഫസ്റ്റ് ആ ഒരു റീച്ച് ഓൾറെഡി റീച്ച് ചെയ്ത് നിൽക്കുക. പിന്നെ ഇതൊരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ സെക്കൻഡ് തിങ് 210 മിച്ചം ഇട്ടിട്ട് വന്നേക്കുവാണ്. 210 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. കണ്ടോ, ഇപ്പോൾ 210 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മിച്ചം ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് ഇനി അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ, ബാക്കി സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഇനി 210 എങ്ങാനും ബ്രേക്ക് ചെയ്താൽ പിന്നെ 256 256 പോവുകയാണെങ്കിൽ നമുക്ക് അപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വീഡിയോ പോസ് ചെയ്യാം. തൽക്കാലം നമുക്ക് റെസ്റ്റ് എടുക്കാം. 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ ആവാതെ, അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് 256 ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും 220 വരെ എന്തായാലും വരണം. കാരണം 220 അല്ല 210 220 ആണല്ലോ ഈ കിടക്കണേ, സോറി. 209.5 മിച്ചം ഇട്ടിട്ട് 35 മിച്ചം ഇട്ടിട്ട് വന്നേക്കണം. അതായത് ഞാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നുള്ള മൈൻഡിലാണ്. ഇനി 2 മിനിറ്റ് കൊണ്ടുണ്ട്. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ അറിയാൻ പറ്റും സാധനത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന്. അടുത്ത ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് ഏത് നിയറസ്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ 200 ഇറങ്ങിയാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. അത് ഓരോരുത്തർക്ക് തൃപ്തിയായിട്ടുള്ള ഒരു അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ട് ഏത് നിമിഷവും വീഡിയോ കട്ടാവാം. അതിനു മുമ്പ് ഒന്നെങ്കിൽ 220 256 എത്തട്ടെ. അപ്പോൾ 213 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 209.35 മിച്ചമിട്ടപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 213 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഒരു തവണ കൂടെ മാർക്കറ്റ് ഇനി 213 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ഡെസ്റ്റിനേഷൻ 250 265 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഓൾറെഡി 210 തീർന്നു. ഓൾമോസ്റ്റ് ഫൈനൽ ടാർഗറ്റ് 210. 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കിടക്കുന്നത് 250 265 കിടക്കണേ. അപ്പോൾ RSI ഇപ്പോഴും ക്രോസ് ഓവർ ആയിട്ടില്ല, ചെറിയൊരു മടക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എവിടെ നിന്നായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്? നമ്മൾ എൻട്രി എടുത്ത് ഈ ഒരു ബേസ് ലെവലിൽ നിന്നാണ്. സെക്കൻഡ് ക്യാൻഡിൽ എടുത്ത എൻട്രിയാണ്. പല 140 മുതൽ 210 വരെ ലാസ്റ്റ് ട്രേഡ്. ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ പോകും? 265 250 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡേ നോക്കിക്കഴിഞ്ഞാൽ ട്യൂസ്ഡേ 23-ാം തീയതി